വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ നമ്മള് 9th CBSE ക്ലാസ്സുകളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അവിടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ്, മാറ്ററിന്റെ പ്രോപ്പർട്ടീസ്, ഈ സ്റ്റേറ്റ്സിലൊക്കെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്നിതാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ. അപ്പൊ ഡിഫ്യൂഷനിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് അതിനകത്തുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ. സോ നമുക്ക് പറയാം, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഡിഫ്യൂഷന്റെ കാര്യം പറയാനായിട്ട് ഒരു കുഞ്ഞ് എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. ഒന്നുമില്ല, നമ്മളൊരു ഗ്ലാസ്സിൽ വാട്ടർ എടുക്കുകയാണ്. ആ വാട്ടറിലേക്ക് നമ്മൾ കുറച്ച് ഇങ്ക് ആഡ് ചെയ്യാണ്, അതിനുശേഷം നമ്മൾ അതിനെ ഒന്നും ചെയ്യുന്നില്ല. എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാണോ ചെയ്യുന്നത്? നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഒരു സ്പൂൺ വെച്ച് അതിനെ സ്റ്റിർ ചെയ്യോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഒരു ഡിസ്റ്റർബൻസും കൂടാതെ, നമ്മളായിട്ട് ഒരു ഡിസ്റ്റർബും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ അങ്ങനെ ഫ്രീ ആയിട്ട് വിടുകയാണ്. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എക്സ്പെരിമെന്റ് ആണ് അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും ഈ ഇങ്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വാട്ടറിലേക്ക് കടന്നു വരുന്നത് അല്ലെ. അങ്ങനെ വന്ന് 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 ആ ഇങ്ക് നമ്മുടെ വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു ഫിനോമിനൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇങ്കിനകത്തുള്ള പാർട്ടിക്കിൾ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് ആണ് ഉള്ളത് അല്ലെ, അതിന്റെ ഇടയിലുള്ള സ്പേസിലേക്ക് കയറിയിരിക്കുകയാണ്. അതായത് അവിടെ ഒരു ഇന്റർ മിക്സിംഗ് നടക്കുകയാണ്. ഇങ്കിലുള്ള പാർട്ടിക്കിളും നമ്മുടെ വാട്ടർ മോളിക്യൂൾസിനകത്തുള്ള ആ പാർട്ടിക്കിൾസും തമ്മിൽ, ആ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഇന്റർ മിക്സിംഗ് നടക്കുകയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയെ അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഡിഫ്യൂഷൻ, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് അല്ലെ, അതും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതിന്റെ എക്സാമ്പിൾസ് എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനു മുമ്പ് മക്കളെ ഒരു കുഞ്ഞു കാര്യം മിസ് പറയാണ്, അത് നമ്മുടെ നിഞ്ച ബാച്ചിനെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം 9th CBSEയുടെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി നമ്മുടെ സൈലം ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ആണത്. അതായത് ഓൾമോസ്റ്റ് കുട്ടികളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അവിടെ ഈ കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നിഞ്ച ആപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ അവരെയും കൂടെ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ആപ്പിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മൾ തിരിച്ചു വരികയാണ് നമ്മുടെ ഡിഫ്യൂഷന്റെ അകത്തേക്ക്. സോ നമ്മൾ പറഞ്ഞു അല്ലെ, ആ ഒരു ഇന്റർമിക്സിങ്, നമ്മുടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ആ ഒരു ഇന്റർമിക്സിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ഡിഫ്യൂഷൻ നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ആ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള സ്പേസിലാണ് പോയിരിക്കുന്നത് അല്ലെ. രണ്ട് ടൈപ്പ് പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരാൾക്ക് ഇടയിലുള്ള സ്പേസിലേക്ക് മറ്റൊരാൾ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്, ഇടയിലുള്ള സ്പേസിലേക്ക് അല്ലെ. അങ്ങനെ അവർ എന്ത് ചെയ്യാണ്, ഇന്റർമിക്സ് ആവുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഡിഫ്യൂഷനും ടെമ്പറേച്ചറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെ, നമ്മുടെ വീട്ടിലെ നമ്മുടെ കിച്ചണിനകത്ത് നല്ല ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യാണ്, അതല്ലെങ്കിൽ നല്ല ബിരിയാണി പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിക്കുക. അതിന്റെ ആ ഒരു സ്മെല്ല് കിട്ടാൻ നമ്മൾ കിച്ചണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾ ബെഡ്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് കിട്ടും. നമ്മൾ ഡൈനിങ് ഹാളിലാണെങ്കിലും, നമ്മൾ സിറ്റ് ഔട്ടിലാണെങ്കിലും, ഈവൻ നമ്മൾ ഗേറ്റിന്റെ അടുത്ത് അല്ലെ, പുറത്ത് മുറ്റത്താണെങ്കിൽ പോലും എന്താണ് സ്മെല്ല് നമ്മളെ നോസിലേക്ക് എത്തുന്നുണ്ട്. എങ്ങനെയാ ഈ സ്മെല്ല് നമുക്ക് കിട്ടുന്നത്? ആ ഫുഡിന്റെ സ്മെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്നിട്ട് എയറിലാണ് അല്ലെ, എയറിലൂടെ അവരിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, എയറിൽ അവർ കലരുന്നുണ്ട്. ആ എയർ നമ്മുടെ നോസിൽ എത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ സ്മെല്ല് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, ഇതേ ബിരിയാണി നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു, രാവിലെ ഉണ്ടാക്കിയതാണ് അല്ലെ, ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു, രാത്രി നമുക്ക് ഇതേ സ്മെല്ല് മുറ്റത്ത് പോയിരുന്നു കഴിഞ്ഞാൽ കിട്ടണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. രാത്രി ആകുമ്പോഴേക്ക് എന്താണ്, ആ ഫുഡ് തണുത്തിട്ടുണ്ടാവും അല്ലെ, അതിന്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കിച്ചൺ വരെ എത്തണം. എന്നിട്ട് ആ ലിഡൊക്കെ ഒന്ന് തുറന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടും. തീരെ സ്മെല്ല് ഇല്ല എന്നല്ല മിസ് പറയുന്നത്, പക്ഷേ ആ ഒരു ഹോട്ട് ഫുഡിന്റെ
സ്മെൽ അല്ലെ, ചൂടോട് കൂടിയുള്ള ആ ഒരു പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു സ്മെല്ല്, ഇതാ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, അത് പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ. ആ ഒരു സ്മെല്ല് എന്താണ്, തണുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിട്ടാറില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഓൺ ഹീറ്റിംഗ് ഡിഫ്യൂഷൻ ബിക്കം ഫാസ്റ്റർ. നമ്മൾ ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ടെമ്പറേച്ചർ കൂട്ടുകയാണ് അല്ലെ. ടെമ്പറേച്ചർ കൂട്ടുക അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ പാർട്ടിക്കിൾസിന് എന്ത് കിട്ടുകയാണ്, കൂടുതൽ കൂടുതൽ എനർജി കിട്ടുകയാണ്. എനർജി കിട്ടുന്ന സമയത്ത് അതിന്റെ ആ ഒരു മൂവ്മെന്റ് എന്ത് ചെയ്തു, കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഓൾറെഡി അവര് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുന്ന സമയത്ത് അതിന് എനർജി കിട്ടുകയാണ്. അപ്പൊ അവര് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിഫ്യൂഷൻ അല്ലെ, ഡിഫ്യൂഷന്റെ റേറ്റ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. സോ നമുക്ക് പറയാം, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഓൺ ഹീറ്റിംഗ് ഡിഫ്യൂഷൻ ബിക്കം ഫാസ്റ്റർ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓർത്ത് വയ്ക്കാൻ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഡെയിലി ലൈഫായിട്ട് അല്ലെ, നമ്മൾ ആ ഒരു ഫുഡിന്റെ സ്മെല്ല് മാത്രം എന്ത് ചെയ്താൽ മതി, ആലോചിച്ചാൽ മതി. അത് മാത്രം മനസ്സിൽ ഉണ്ടായിരുന്നാൽ മതി. ഇനി ഇതാ നമ്മളൊരു എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇൻസെൻസ് സ്റ്റിക്ക് അല്ലെ, ചന്ദനത്തിരി. നമുക്കറിയാം അല്ലെ, ചന്ദനത്തിരി എന്താണ്, ഓൾറെഡി ആ ഒരു ഇൻസെൻസ് സ്റ്റിക്കിന് ഒരു സ്മെല്ല് ഉണ്ടായിരിക്കും. അത് കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ സ്മെല്ല് കുറച്ചുകൂടെ കൂടുകയും ചെയ്യും അല്ലെ. വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീട് മുഴുവൻ എന്താണ്, അതിന്റെ ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പെർഫ്യൂമിന്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നതും അല്ലെ. അപ്പൊ ഈ രീതിയിൽ എന്താണ്, ഡിഫ്യൂഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ആ ഒരു ഇന്റർമിക്സിംഗ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, പെർഫ്യൂം, ഇൻസെൻസ് സ്റ്റിക്ക് അല്ലെ, ഫുഡിന്റെ സ്മെല്ല് കിട്ടുന്നത്, നമുക്ക് എല്ലാ സ്മെല്ല് കിട്ടുന്നതൊക്കെ എന്താണ്, ഡിഫ്യൂഷൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്കിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എന്ത്, ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഡിഫ്യൂഷന്റെ റേറ്റ് എന്ത് ചെയ്യുന്നു, അത് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, യെസ്, നമ്മളെ ഫുഡിന്റെ സ്മെല്ല് അല്ലെ, തണുത്ത ഫുഡിന്റെ സ്മെല്ല് കിട്ടാൻ നമ്മൾ അതിന്റെ അടുത്തേക്ക് പോകണം. പക്ഷെ ഹോട്ട് ഫുഡിന്റെ സ്മെല്ല് നമുക്ക് കുറച്ച് ഒരു ഡിസ്റ്റൻസിൽ വരെ നമുക്ക് എന്താണ്, ആ സ്മെല്ല് കിട്ടാറുണ്ട്. അപ്പൊ ഇതാ ഇത്രയും കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.